വിദ്യാസാഗറിലെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് പ്ലസ് ടുവിലെ ഇന്ത്യ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യ പോപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പൊതുവായിട്ട് നോക്കുന്നത് ഇന്ത്യൻ പോപ്പുലേഷൻ്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പോപ്പുലേഷൻ എലമെൻറ്റ്സ് തുടങ്ങിയവയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോർഷനിലേക്ക് പോകാം. പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനസംഖ്യ. നമ്മുടെ രാജ്യത്തിൻ്റെ ജനസംഖ്യ 2001 സെൻസസ് പ്രകാരം 102 കോടിയായിരുന്നു. 2011 അത് 121 കോടിയായി. ഇനി നമുക്ക് അടുത്ത വർഷം, അതായത് 2021, അതായത് ഡീക്കേഡലായിട്ട് 10 വർഷം കൂടുമ്പോഴാണ് നമ്മൾ സെൻസസ് റിപ്പോർട്ട് എടുത്ത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ 2021 ആകുമ്പോഴേക്കും എന്തായാലും 131 കോടിക്ക് മുകളിൽ, അതായത് 2011 121 കോടിയേക്കാൾ 10 കോടി ജനങ്ങൾ കൂടുതൽ, 131 അല്ലെങ്കിൽ 134 കോടി ജനങ്ങളോളം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകും എന്നുള്ളതാണ് ഒഫീഷ്യലായിട്ടുള്ള കണക്ക്. അടുത്ത പ്രധാനമായിട്ട് നമുക്ക് നോക്കാനുള്ളത് സെൻസസിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. അതായത് എന്ന് മുതലാണ് ഈ ജനസംഖ്യാ കണക്കെടുപ്പ് നമ്മുടെ രാജ്യത്ത് തുടങ്ങിയതെന്നുള്ളതാണ്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 1872 ആദ്യത്തെ സെൻസസ് ഇന്ത്യയിൽ നടക്കുന്നത്. പക്ഷേ ഈ സെൻസസിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇത് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സെൻസസ് ആയിരുന്നില്ല. അതായത് കോംപ്രിഹെൻസീവ് ആയിട്ടായിരുന്നില്ല ഈ സെൻസസ് ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്തത് 1872 ആ ഒരു സെൻസസ്. അതുകൊണ്ട് തന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള സെൻസസ് സ്റ്റാർട്ട് ചെയ്തത് 1881 തൊട്ടാണ്. അതുകൊണ്ട് 1881 മുതൽ പിന്നീട് ഇങ്ങോട്ടെല്ലാം ഡീക്കേഡിലായിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള സെൻസസ് ആണ് ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സെൻസസ് നടന്ന വർഷം എന്നാണ് 1872, 1872 ഫസ്റ്റ് സെൻസസ് നടന്നത്. എന്നാൽ അതിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള സെൻസസ് നടന്നത് ഏത് വർഷമായിരുന്നു? 1881 സയൻറ്റിഫിക് ആയിട്ടുള്ള സെൻസസ് നടന്നത്. അതിൽ നമ്മുടെ സ്റ്റേറ്റ്സിൽ തന്നെ നമുക്ക് മുഴുവൻ 29 സ്റ്റേറ്റ്സ് ഉള്ളതിൽ മോസ്റ്റ് പോപ്പുലസ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ് മോസ്റ്റ് പോപ്പുലസ് ആയിട്ടുള്ള സ്റ്റേറ്റ്. അതുപോലെ തന്നെ ലീസ്റ്റ് പോപ്പുലസ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് സിക്കിമാണ്. അപ്പോൾ ജനസംഖ്യ കൂടിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശും ജനസംഖ്യ കുറഞ്ഞ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സിക്കിമുമാണ്. അതുപോലെ തന്നെ പോപ്പുലേഷൻ്റെ കൂടുതൽ നിൽക്കുന്ന, അതായത് മോസ്റ്റ് പോപ്പുലസ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിൽ ടോപ്പായിട്ടുള്ള സ്റ്റേറ്റ്സുകൾ എന്ന് പറയുന്നത് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, വെസ്റ്റ് ബംഗാൾ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയവയാണ്. അപ്പോൾ മോസ്റ്റ് പോപ്പുലസ് ആയിട്ടുള്ള ഒരു ടോപ്പ് 5 ലിസ്റ്റ് നമുക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഉൾപ്പെടും? അതിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് ഉത്തർപ്രദേശ് ഉണ്ട്, അതുപോലെ മധ്യപ്രദേശ് ഉണ്ട്, മഹാരാഷ്ട്രയുണ്ട്, വെസ്റ്റ് ബംഗാൾ ഉണ്ട്, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് ഉണ്ട്. ഇതൊക്കെ ടോപ്പായിട്ടുള്ള പോപ്പുലസ് സ്റ്റേറ്റ്സുകളാണ്. ഇനി നമുക്ക് പ്രധാനമായിട്ടും 4 കാറ്റഗറൈസേഷൻസ് നടത്താം നമ്മുടെ സ്റ്റേറ്റ്സിനിടയിൽ തന്നെ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആ കാറ്റഗറീസ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ്റെയും അതുപോലെ തന്നെ ലാൻഡിൻ്റെ സൈസ്, അതായത് ഏരിയയും നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ 4 കാറ്റഗറൈസേഷൻസ് നടത്തിയിരിക്കുന്നത്. ഈ കാറ്റഗറൈസേഷൻ നടത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഡെൻസിറ്റി പോപ്പുലേഷൻ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 4 കാറ്റഗറൈസേഷൻസ് പ്രധാനമായിട്ട് നമ്മൾ നടത്തുന്നത്. ആ കാറ്റഗറീസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്സ് വിത്ത് ലാർജ് സൈസ് ആൻഡ് ലാർജ് പോപ്പുലേഷൻ, അത് ഫസ്റ്റ് കാറ്റഗറി. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് സ്റ്റേറ്റ്സ് വിത്ത് ലാർജ് സൈസ് ആൻഡ് സ്മോൾ പോപ്പുലേഷൻ, അത് സെക്കൻഡ് കാറ്റഗറി. തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് സ്റ്റേറ്റ്സ് വിത്ത് സ്മോൾ സൈസ് ആൻഡ് ലാർജ് പോപ്പുലേഷൻ. ആൻഡ് ഫോർത്ത് ആൻഡ് ഫൈനൽ കാറ്റഗറി ഈസ് സ്റ്റേറ്റ്സ് വിത്ത് സ്മോൾ സൈസ് ആൻഡ് സ്മോൾ പോപ്പുലേഷൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാറ്റഗറി നോക്കാം, സ്റ്റേറ്റ്സ് വിത്ത് ലാർജ് സൈസ് ആൻഡ് ലാർജ് പോപ്പുലേഷൻ. അതായത് ഈ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയും അതുപോലെ തന്നെ ആ സംസ്ഥാനങ്ങളുടെ ഏരിയയും എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇതിന് ഉദാഹരണമായിട്ടുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ് നമ്മുടെ മോസ്റ്റ് പോപ്പുലസ് എന്ന് പറഞ്ഞ ഉത്തർപ്രദേശ്, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് പോലുള്ള സ്റ്റേറ്റ്സ്. അപ്പോൾ ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ് പോലുള്ള സ്റ്റേറ്റ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഈ സ്റ്റേറ്റ്സിലെ സൈസും കൂടുതലാണ്, അതുപോലെ തന്നെ പോപ്പുലേഷനും കൂടുതലാണ്. അതുകൊണ്ടാണ് സ്റ്റേറ്റ്സ് വിത്ത് ലാർജ് സൈസ് ആൻഡ് ലാർജ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫസ്റ്റ് കാറ്റഗറിക്കുള്ളിൽ നമ്മൾ ഏതിനെ ഉൾപ്പെടുത്തിയത്? ഉത്തർപ്രദേശിനെയും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിനെയും ഉൾപ്പെടുത്തിയത്. ഈ പോയിന്റ്സ് നോക്കി വയ്ക്കണം, കാരണം ഇത് ഇന്ത്യയുടെ മാപ്പിൽ നോട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്ലോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതുപോലെ സ്റ്റേറ്റ്സ് വിത്ത് ലാർജ് സൈസ് ആൻഡ് ലാർജ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്സിൻ്റെ പേര് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ അത് പ്ലോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് സെക്കൻഡ് ആയിട്ടുള്ള ആ കാറ്റഗറി നോക്കാം, അതായത് സ്റ്റേറ്റ്സ് വിത്ത് ലാർജ് സൈസ് ആൻഡ് സ്മോൾ പോപ്പുലേഷൻ. അപ്പോൾ ഈ സ്റ്റേറ്റ്സിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഇതിൻ്റെ സൈസ് വളരെ വലുതായിരിക്കും, അതുപോലെ പോപ്പുലേഷൻ എന്തായിരിക്കും? അത് ചെറുതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട
സ്റ്റേറ്റ്സ് ആണ് രാജസ്ഥാൻ, ജമ്മു കാശ്മീർ തുടങ്ങിയവ. അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് ആദ്യം പറഞ്ഞ കാറ്റഗറി എന്തായിരുന്നു? ലാർജ് സൈസാണ്, അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ ലാർജ് ആയിരുന്നു. അതിൽ നമുക്കൊരു വിരോധാഭാസം തോന്നിയില്ല. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് സൈസ് കൂടുതലാണ്, അതുപോലെ തന്നെ അവിടുത്തെ ജനസംഖ്യയും കൂടുതലാണ്. അവിടെ ചിലപ്പോൾ ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിരിക്കാം. അതുകൊണ്ട് തന്നെ അവിടെ സൈസ് കൂടുന്നതുകൊണ്ട്, ജനസംഖ്യ കൂടുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അവിടെ ഒരു വിരോധാഭാസം തോന്നുന്നില്ല. എന്നാൽ നമ്മൾ ഈ പറഞ്ഞ സെക്കൻഡ് കാറ്റഗറി ആയിട്ടുള്ള സ്റ്റേറ്റ്സ് വിത്ത് ലാർജ് സൈസ് ആൻഡ് സ്മോൾ പോപ്പുലേഷൻ, അവിടെ സൈസ് കൂടുതലാണെങ്കിലും ജനസംഖ്യ കുറവാണ്. അപ്പോൾ നമുക്കൊരു വിരോധാഭാസം തോന്നും. കാരണം ഇത്രയും വലിയ സംസ്ഥാനങ്ങളാവുമ്പോൾ അവിടെ ജനസംഖ്യയും സ്വാഭാവികമായും കൂടേണ്ടതല്ലേ? അങ്ങനെ കൂടുന്നില്ല. അത് നമുക്ക് ഉദാഹരണം നോക്കുമ്പോൾ മനസ്സിലാവും. ഏതൊക്കെയാണ് ഉദാഹരണം? രാജസ്ഥാൻ, ജമ്മു കാശ്മീർ. ഇപ്പോൾ രാജസ്ഥാനിൽ ഏരിയ എന്ന് പറയുന്നത് നമ്പർ 1 ആണ്. അതായത് ഏരിയ ടേംസിൽ ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ നമ്പർ 1 ആയിട്ടുള്ളത് ഏതാണ്? രാജസ്ഥാനാണ്. പക്ഷേ അതിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും എങ്ങനെയുള്ളതാണ്? ആരിഡ് ആൻഡ് ഡെസേർട്ട് ആയിട്ടുള്ള ഏരിയയാണ്. അതായത് ഹ്യൂമൻ ഹാബിറ്റേഷന് അൺഫേവറബിൾ ആയിട്ടുള്ള ഏരിയാസ് ആണ് മോസ്റ്റ് ഓഫ് ദി റീജിയൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഏരിയ ടേംസിൽ നമ്മളതിനെ കൗണ്ട് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഹ്യൂമൻ ഹാബിറ്റേഷൻ ടേംസിൽ എന്ത് പറ്റില്ല? ഈ ഏരിയയിൽ നമുക്ക് ഒക്യുപ്പൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ജമ്മു കാശ്മീർ ആണെങ്കിലോ, രാജസ്ഥാനിൽ ഡെസേർട്ട് ആൻഡ് ആരിഡ് ആണെങ്കിൽ ഇവിടെ എങ്ങനെയായിരിക്കും? ഇവിടെ സ്നോ ഫീൽഡ് ആയിരിക്കും എവിടെയുള്ളതെന്ന് പറയുന്നത്? ജമ്മു കാശ്മീരുള്ളതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാലിയും സ്നോ ഫീൽഡുമായിട്ടുള്ളതാണ് ജമ്മു കാശ്മീരിൻ്റെ ഒരു ടെറൈൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതും എന്തല്ല? ഹ്യൂമൻ ഹാബിറ്റേഷന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല. അതാണ് വലിയ സ്റ്റേറ്റായിട്ടും ജനസംഖ്യ കുറഞ്ഞു തന്നെ ഇരിക്കുന്നതിന് കാരണം. ഏതൊക്കെ സ്റ്റേറ്റുകളിൽ? നമ്മുടെ രാജസ്ഥാൻ, ഉത്തർപ്രദേശ് രാജസ്ഥാൻ, ജമ്മു കാശ്മീർ പോലുള്ള സ്റ്റേറ്റ്സിന് സൈസ് ലാർജ് ആണെങ്കിലും പോപ്പുലേഷൻ എന്തായിരിക്കും? സ്മോൾ പോപ്പുലേഷൻ ആയിരിക്കും. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇനി നമുക്ക് തേർഡ് കാറ്റഗറി നോക്കാം. സ്റ്റേറ്റ്സ് വിത്ത് സ്മോൾ സൈസ് ആൻഡ് ലാർജ് പോപ്പുലേഷൻ. അപ്പോൾ സൈസ് സ്മോൾ ആണെങ്കിലും ആ സ്മോൾ സൈസിനേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ പോപ്പുലേഷൻ വളരെ ലാർജ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്സ്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വെസ്റ്റ് ബംഗാൾ, കേരള, ഗോവ. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് പറയാൻ സാധിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഈ കാറ്റഗറിയിൽ? തേർഡ് കാറ്റഗറി ആയിട്ടുള്ള സ്റ്റേറ്റ്സ് വിത്ത് സ്മോൾ സൈസ് ആൻഡ് ലാർജ് പോപ്പുലേഷനിൽ വെസ്റ്റ് ബംഗാൾ ഉണ്ട്, കേരളയുണ്ട്, അതുപോലെ തന്നെ ഗോവയുണ്ട്. അപ്പോൾ വെസ്റ്റ് ബംഗാൾ, കേരള, ഗോവ ഇവിടെയൊക്കെ ഏരിയ കുറവും അതുപോലെ തന്നെ പോപ്പുലേഷൻ കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്തായിരിക്കും? വളരെ ഹൈ ആയിരിക്കും ഈ സ്റ്റേറ്റ്സിൽ. കാരണം ഏരിയയേക്കാൾ കൂടുതൽ പോപ്പുലേഷൻ ആയിരിക്കും ഇവിടെ വരാനുള്ള കാരണം എന്ന് പറയുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് അവിടുത്തെ ഫേവറബിൾ ആയിട്ടുള്ള ലിവിങ് കണ്ടീഷൻസ് ആയിരിക്കാം. അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ഇതെല്ലാം എന്തിനുള്ള കാരണമാകുന്നു? അവൻ്റെ ഏരിയ കുറവാണെങ്കിലും അവിടെ ഡെൻസ്ലി പോപ്പുലേറ്റ് ചെയ്യാനുള്ള റീസൺസ് ആകുന്നു. ഇനി ഫോർത്ത് ആൻഡ് ഫൈനൽ കാറ്റഗറി നോക്കാം. സ്റ്റേറ്റ്സ് വിത്ത് സ്മോൾ സൈസ് ആൻഡ് സ്മോൾ പോപ്പുലേഷൻ. അപ്പോൾ സ്മോൾ സൈസ് ആയിരിക്കും, അതുപോലെ തന്നെ അവിടുത്തെ പോപ്പുലേഷനും എന്തായിരിക്കും? സ്മോൾ ആയിരിക്കും. ഇതിന് നമുക്കൊരു ടിപ്പിക്കൽ എക്സാമ്പിളായിട്ട് പറയാൻ സാധിക്കുന്നത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആണ്. നോർത്ത് ഈസ്റ്റിൽ നമുക്കറിയാം 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന 7 സംസ്ഥാനങ്ങളുണ്ട്. അതിൻ്റെ സൈസ് നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ മനസ്സിലാവും സ്മോൾ സ്റ്റേറ്റ്സ് ആണ് എല്ലാ സ്റ്റേറ്റ്സും. അത് അവിടുത്തെ പോപ്പുലേഷനും അതുപോലെ തന്നെയാണ്. സ്മോൾ സ്റ്റേറ്റ്സ് ആണ്, സ്മോൾ പോപ്പുലേഷനാണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവർ ട്രൈബലായിട്ട് താമസിക്കുന്നു. അവിടുത്തെ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെയധികം നാച്ചുറൽ റിസോഴ്സിൻ്റെ ഡെപ്പോസിഷനുള്ള ഏരിയ അല്ല ഏതെന്ന് പറയുന്നത് നമ്മുടെ ഈ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഹില്ലി ആയിട്ടുള്ള ടെറൈനാണ്. അതുപോലെ ഫോറസ്റ്റ് കവറുണ്ട്. അതുകൊണ്ട് തന്നെ ട്രൈബൽ ആയിട്ടുള്ള പോപ്പുലേഷനാണ് ഒട്ടുമിക്ക നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ജനറൽ നേച്ചർ എന്ന് പറയുന്നത് സ്മോൾ ഏരിയ സൈസ് ആയിരിക്കും. അതുപോലെ തന്നെ പോപ്പുലേഷൻ പക്ഷെ എങ്ങനെയായിരിക്കും? സ്മോൾ തന്നെയായിരിക്കും. അതിന് നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാവുന്നത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ലീസ്റ്റ് പോപ്പുലസ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ്. നമ്മൾ മോസ്റ്റ് പോപ്പുലസ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു മോസ്റ്റ് പോപ്പുലസ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് പറഞ്ഞത്? നമ്മൾ ഉത്തർപ്രദേശ് പറഞ്ഞു, അതുപോലെ തന്നെ മഹാരാഷ്ട്ര പറഞ്ഞു, മധ്യപ്രദേശ് പറഞ്ഞു, ആന്ധ്രാപ്രദേശ് പറഞ്ഞു, വെസ്റ്റ് ബംഗാൾ പറഞ്ഞു. അതിൽ ലീസ്റ്റ് പോപ്പുലസ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിനെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ജമ്മു കാശ്മീർ പറയാം, അതുപോലെ തന്നെ ഉത്തരാഞ്ചൽ പറയാം, അതുപോലെ അരുണാചൽ പ്രദേശ് പറയാം. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ് ലീസ്റ്റ് പോപ്പുലസ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്? ലീസ്റ്റ് പോപ്പുലസ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിന് എക്സാമ്പിളാണ് ജമ്മു കാശ്മീർ, അതുപോലെ തന്നെ ഉത്തരാഞ്ചൽ, അതുപോലെ അരുണാചൽ പ്രദേശ്. അപ്പോൾ ഇവിടെയൊക്കെ പോപ്പുലേഷൻ വളരെ കുറവായിട്ടിരിക്കുന്നതിനുള്ള റീസൺസ് എന്ന് പറയുന്നത് അവിടുത്തെ ലാൻഡിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് കൊണ്ടാണ്. അത് ജമ്മു കാശ്മീർ ഏരിയ ആകുമ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ അത് സ്നോ ഫീൽഡാണ്, അതുപോലെ തന്നെ വാലീസാണ്. ഉത്തരാഖണ്ഡ് ആകുമ്പോൾ അല്ലെങ്കിൽ ഉത്തരാഞ്ചലാകുമ്പോൾ എങ്ങനെയുള്ളതാണ്? വളരെ നോർത്ത് ഈസ്റ്റേൺ പറഞ്ഞ പോലെ ഒരു ഹില്ലി ടെറൈനാണ്. അവിടെ മൗണ്ടേനിയസ് ആയിട്ടുള്ള
ഏരിയയാണ് എന്ന് പറയുന്നത് ഉത്തരാഞ്ചൽ റേഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫോറസ്റ്റ് കവറുണ്ട്. റിസോഴ്സസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വളരെയധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ പോപ്പുലേഷനും കുറവാണ്. അരുണാചൽ പ്രദേശ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആണ്, അവിടെ റിസോഴ്സ് ഡെപ്പോസിഷൻ എന്ന് പറയുന്നത് കുറവാണ്. അതുകൊണ്ട് തന്നെ പോപ്പുലേഷനും എന്തായി തന്നെ ഇരിക്കുന്നു, കുറഞ്ഞു തന്നെ ഇരിക്കുന്നു. ഇനി നമുക്ക് ഓരോ ഫിസിയോഗ്രഫിക്കലായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോ സ്ഥലത്തും പോപ്പുലേഷന് എങ്ങനെയുള്ള ക്യാരക്ടറാണ് എന്നാണ് നമുക്കിനി നോക്കാനായിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ട് ജിയോഗ്രഫിക്കലി അല്ലെങ്കിൽ ഫിസിയോളജിക്കലി നമുക്ക് നടത്താവുന്ന കാറ്റഗറീസ് എന്ന് പറയുന്നത് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, അതായത് ഉത്തര മഹാസമതലം, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, അതുപോലെ ഹിമാലയൻ റീജിയൻ, പെനിൻസുലാർ പ്ലേറ്റോ, കോസ്റ്റൽ റീജിയൻ ആൻഡ് ഡെസേർട്ട്. അപ്പോൾ ഈ കാറ്റഗറീസ് ആണ് ഒരു ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ഒരു ജിയോഗ്രഫിക്കൽ ടേംസിൽ നമുക്ക് രാജ്യത്തിന് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട കാറ്റഗറീസ്. ഏതൊക്കെയാണ്? ഒന്ന് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ ഉണ്ട്, ഹിമാലയൻ റീജിയൻ ഉണ്ട്, സെക്കൻഡ്, തേർഡ് വൺ പെനിൻസുലാർ പ്ലേറ്റോ, ഫോർത്ത് വൺ കോസ്റ്റൽ റീജിയൻ, അതുപോലെ ഫിഫ്ത്ത് വൺ ഏതാണ്? ഡെസേർട്ട്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്ന നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ അഥവാ ഉത്തര മഹാസമുദ്രം. ഉത്തര മഹാസമുദ്രം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ റിവറിൽ നിന്നും ഫ്ലഡ് ഉണ്ടാവാം എന്നുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്ത് പറ്റും? അവിടുത്തെ ലാൻഡ് എന്ന് പറയുന്നത് ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലായിരിക്കും, ഫെർട്ടൈൽ സോയിലിൻ്റെ ഡെപ്പോസിഷൻ ഉണ്ടായിരിക്കും. ഫെർട്ടൈൽ സോയിൽ ആയതുകൊണ്ട് തന്നെ അവിടെ അഗ്രികൾച്ചറിന് നല്ല ഫേവറബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരിക്കും. അപ്പോൾ അഗ്രികൾച്ചർ വളരെയധികം പ്രോസ്പെറസ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യുന്നു? പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഉത്തര മഹാസമുദ്രം അഥവാ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിനിലുള്ള സ്റ്റേറ്റ്സിലൊക്കെ പോപ്പുലേഷൻ എന്താണ്? വളരെ ഹൈ ആണ്. ഉത്തർപ്രദേശിൽ പോപ്പുലേഷൻ വളരെ കൂടുതലുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഏതാണ്? അത് ഏത് ഏരിയയിലായതുകൊണ്ടാണ്? ഈ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ ഏരിയയിൽ ആയതുകൊണ്ടാണ്. ഇനി സെക്കൻഡ് ആണ് ഹിമാലയൻ റീജിയൻ. ഹിമാലയൻ റീജിയൻ എന്ന് പറയുന്നത് നമുക്കറിയാം മൗണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ടെറൈനാണ്. അത് ഹ്യൂമൻ ഹാബിറ്റേഷന് അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. നമ്മൾ നേരത്തെ ലീസ്റ്റ് പോപ്പുലേഷൻ ആയിട്ടുള്ള സ്റ്റേറ്റ്സിൽ പറഞ്ഞ ജമ്മു കാശ്മീർ, ഉത്തരാഞ്ചൽ പോലുള്ള സ്റ്റേറ്റ്സൊക്കെ ഏത് കാറ്റഗറി വരുന്നതാണ്? ഈ ഒരു ഹിമാലയൻ റീജിയനിൽ വരുന്ന സ്റ്റേറ്റ്സ് ആണ്, അല്ലെങ്കിൽ അതിൽ ആ ഒരു ലാൻഡ് ഏരിയയിൽ ഉൾപ്പെടുന്നതാണ്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയായിരിക്കും? എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കൾട്ടിവേഷന് ചാൻസസ് ഇല്ല. നമ്മുടെ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിനിൽ എങ്ങനെയായിരുന്നു? അത് ഫെർട്ടൈൽ സോയിലും അതുപോലെ തന്നെ ഫേവറബിൾ ക്ലൈമറ്റും ആയതുകൊണ്ട് കൾട്ടിവേഷൻ വളരെയധികം പ്രോസ്പെറസ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ. പക്ഷേ ഹിമാലയൻ റീജിയനിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ കൾട്ടിവേഷന് ചാൻസസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൾട്ടിവേഷന് ചാൻസസ് ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ആ ഒരു ലാൻഡ് ഏരിയയിലെ പോപ്പുലേഷൻ വളരെ കുറവാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് പെനിൻസുലാർ പ്ലേറ്റോ, ഉപദ്വീപീയ പീഠഭൂമി. അപ്പോൾ ഈ പെനിൻസുലാർ പ്ലേറ്റോ റീജിയൻ ആകുമ്പോഴേക്കും അവിടുത്തെ ടെറൈൻ എന്ന് പറയുന്നത് അൻഡുലേറ്റഡ് ടെറൈൻ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ വളരെ കുറവായിരുന്നു. പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് വരികയും കൂടുതൽ ഡെവലപ്മെൻറ്റൽ ഓബ്ജക്ട്സ് വന്നതും കൂടി ഈ ഉപദ്വീപീയ പീഠഭൂമിയിലേക്ക് കൂടുതൽ പോപ്പുലേഷൻ വരുവാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഒരു ഏരിയ പോപ്പുലസ് ആയി തീർന്നതിന് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ സാധിക്കുന്നതാണ് ഈ പെനിൻസുലാർ പ്ലേറ്റോ അഥവാ ഈ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്ന ഈ തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഈ ഡെക്കാൻ റേഞ്ച് എല്ലാം ഈ ഒരു പെനിൻസുലാർ പ്ലേറ്റോയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഇനി കോസ്റ്റൽ റീജിയൻ അഥവാ തീരപ്രദേശം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ ഹൈലി ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കും കോസ്റ്റൽ. അതിൽ ഒരു മേജർ സെക്ഷൻ എന്ന് പറയുന്നത് സീ അല്ലെങ്കിൽ നിയർ ബൈ ആയിട്ടുള്ള ആ ഒരു വാട്ടർ സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അവരുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ കോസ്റ്റൽ റീജിയൻ അതായത് ഗുജറാത്ത്, നമ്മൾ വെസ്റ്റ് സൈഡ് നോക്കുമ്പോഴേക്കും ഗുജറാത്ത് തൊട്ട് നമ്മുടെ ഈസ്റ്റ് സൈഡ് നോക്കുമ്പോഴേക്കും വെസ്റ്റ് ബംഗാൾ വരെയുള്ള ഏരിയയിൽ ഏത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും? ഈ കോസ്റ്റൽ റേഞ്ചിൻ്റെ അല്ലെങ്കിൽ ഈ കോസ്റ്റൽ റീജിയൻ്റെ ഇൻഫ്ലുവൻസ് കാണുവാനായിട്ട് സാധിക്കും. അത് ഹൈലി ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ കോസ്റ്റൽ റീജിയൻ എന്ന് പറയുന്നത്. ഇനി ഫിഫ്ത്ത് ആൻഡ് ഫൈനലായിട്ടുള്ള ആ ഒരു ഫിസിയോളജിക്കൽ കാറ്റഗറിയാണ് ഡെസേർട്ട്. നമ്മൾ രാജസ്ഥാൻ്റെ കേസ് പറഞ്ഞപ്പോൾ പറഞ്ഞു ലാൻഡ് ഏരിയയിൽ രാജസ്ഥാൻ നമ്പർ 1 ആണെങ്കിലും പോപ്പുലേഷൻ വളരെ കുറവാണ്. കാരണം മോസ്റ്റ് ഓഫ് ദി റീജിയൻ അരിഡാണ്, അതോടൊപ്പം തന്നെ എന്തുമാണ്? ഡെസേർട്ടാണ്. അപ്പോൾ അവിടെ കൾട്ടിവേഷൻ പറ്റില്ല. അതുപോലെ തന്നെ ഹാർഷ് ആയിട്ടുള്ള ക്ലൈമറ്റാണ്, കൾട്ടിവേഷനുള്ള ചാൻസസ് ഇല്ല.
അതുകൊണ്ട് തന്നെ അവിടുത്തെ പോപ്പുലേഷനും സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. എവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും, ഈ ഡെസേർട്ട് ഏരിയയിലെ പോപ്പുലേഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡെൻസിറ്റിയാണ്. നമ്മൾ നേരത്തെ ആ സ്മോൾ സ്റ്റേറ്റും അതുപോലെ ലാർജ് പോപ്പുലസ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് നമ്മൾ വെസ്റ്റ് ബംഗാൾ, കേരള, ഗോവ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു ഡെൻസിറ്റിയുടെ കേസ് മെൻഷൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ ഡെൻസിറ്റീസ് ഏതൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. കാറ്റഗറീസ് ഓഫ് ഡെൻസിറ്റീസും അതുപോലെ തന്നെ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്. ഇപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ എത്രത്തോളം ജനങ്ങൾ അധിവസിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്, പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് നോർമലി കണക്കാക്കുന്നത്. അപ്പോൾ അരിത്മെറ്റിക് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഏത് തന്നെയാണ്, ഇത് തന്നെയാണ് നമ്മൾ അരിത്മെറ്റിക് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അരിത്മെറ്റിക് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു ക്രൂഡ് മെത്തേഡാണ്. ക്രൂഡ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ റഫായിട്ട് ചെയ്യുന്നതാണ്. അത് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തരണമെന്നില്ല. ഇപ്പോൾ ഈ ഒരു അരിത്മെറ്റിക് ഡെൻസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല എന്ന് പറയുന്നത് ടോട്ടൽ പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ ഏരിയ. അതായത് മൊത്തം ജനസംഖ്യയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അരിത്മെറ്റിക് ഡെൻസിറ്റി കിട്ടും. അതായത് നമ്മൾ അരിത്മെറ്റിക് മീൻ കാണുന്ന പോലെ ആണ് അരിത്മെറ്റിക് ഡെൻസിറ്റിയും. അത് വളരെ ക്രൂഡായിട്ടുള്ളതാണ്. ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആര് തരുന്നില്ല, ഈ അരിത്മെറ്റിക് ഡെൻസിറ്റി തരണമെന്നില്ല. നമ്മൾ അരിത്മെറ്റിക് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു ഫോർമുല എന്താണ്, ടോട്ടൽ പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ ഏരിയ. അതെങ്ങനെയാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഈ അരിത്മെറ്റിക് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ഡെൻസിറ്റി ടൈപ്പാണ് ഫിസിയോളജിക്കൽ ഡെൻസിറ്റി ഓർ ന്യൂട്രീഷണൽ ഡെൻസിറ്റി. അപ്പോൾ നമ്മളീ പറഞ്ഞ അരിത്മെറ്റിക് ഡെൻസിറ്റി ക്രൂഡാണെന്ന് പറഞ്ഞു, കാരണം അതൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് തരികില്ല എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് അല്പം കൂടി പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നൽകുന്നു, അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള റിസൾട്ട് തരുന്നതാണ് രണ്ടാമത്തെ കാറ്റഗറി ആയിട്ടുള്ള ഈ ന്യൂട്രീഷണൽ ഡെൻസിറ്റി ഓർ ഫിസിയോളജിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്ന ഈ ഡെൻസിറ്റി ടൈപ്പ്. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, പോപ്പുലേഷൻ ഇൻഹാബിറ്റഡ് ഇൻ എ കൾച്ചറബിൾ ഏരിയ ഡിവൈഡഡ് ബൈ സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഓഫ് അഗ്രികൾച്ചർ. അതായത് ഒരു കൾട്ടിവബിൾ ഏരിയയിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ എണ്ണത്തിനെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ഏരിയയുടെ സ്ക്വയർ കിലോമീറ്റർ റേഞ്ച് ഓഫ് അഗ്രികൾച്ചർ ഏരിയ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. കാരണം ജനങ്ങൾക്ക് എപ്പോഴും എന്ത് ആവശ്യമാണ്, ഭക്ഷണം ആവശ്യമാണ്. അപ്പോൾ ആ ഭക്ഷണം അവർക്ക് കേറ്റർ ചെയ്യാനായിട്ട് ഉള്ള ഏരിയ ഓഫ് അഗ്രികൾച്ചർ അവിടെ അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട്, അസസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ന്യൂട്രീഷണൽ ഡെൻസിറ്റി, അതായത് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യാൻ ആ ഏരിയയ്ക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫിസിയോളജിക്കൽ ഡെൻസിറ്റി എന്ത് ചെയ്യുന്നത്, അഡോപ്റ്റ് ചെയ്യുന്നത്. ഫിസിയോളജിക്കൽ ഡെൻസിറ്റി നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കൾട്ടിവബിൾ ഏരിയയിലുള്ള ഇൻഹാബിറ്റ് ചെയ്യുന്ന പോപ്പുലേഷൻ ഹോൾ ഡിവൈഡഡ് ബൈ സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഓഫ് അഗ്രികൾച്ചർ. അവിടെ ലഭ്യമായിട്ടുള്ള അഗ്രികൾച്ചറൽ ലാൻഡും അതുപോലെ തന്നെ ആ ഒരു ഏരിയയിൽ ഇൻഹാബിറ്റ് ചെയ്തിരിക്കുന്ന പോപ്പുലേഷനെയുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്, ന്യൂട്രീഷണൽ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി തേർഡ് കാറ്റഗറിയാണ് അഗ്രികൾച്ചറൽ ഡെൻസിറ്റി. അപ്പോൾ അഗ്രികൾച്ചറൽ ഡെൻസിറ്റിയിൽ നമുക്ക് അല്പം കൂടി സോർട്ടഡ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ അല്പം കൂടി നാരോ ഡൗൺ ചെയ്തതാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അരിത്മെറ്റിക് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഹോൾ ആയിരുന്നു, അതിൽ നിന്നും അല്പം കൂടി നമ്മൾ സോർട്ട് ചെയ്താണ് ന്യൂട്രീഷണൽ ഡെൻസിറ്റി എടുത്തത്. അതിനെ അല്പം കൂടി സോർട്ട് ചെയ്താണ് നമ്മൾ അഗ്രികൾച്ചറൽ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അഗ്രികൾച്ചറൽ ഡെൻസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അത് പ്യുവറായിട്ട് നമ്മൾ ഫുഡ് സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇത് അർബൻ ഏരിയയേക്കാൾ കൂടുതൽ റൂറൽ ഏരിയയ്ക്ക് നമുക്ക് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അസസ് ചെയ്യുന്നതിന് അല്പം കൂടി ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് എന്ന് പറയാം, അഗ്രികൾച്ചറൽ ഡെൻസിറ്റി എന്ന് പറയാം. അഗ്രികൾച്ചറൽ ഡെൻസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ അഗ്രികൾച്ചറൽ ഏരിയ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അഗ്രികൾച്ചറൽ പോപ്പുലേഷനാണ് നമ്മളിവിടെ എടുക്കുന്നത്, ഡിവൈഡഡ് ബൈ അഗ്രികൾച്ചറൽ ഏരിയ. നമ്മൾ അരിത്മെറ്റിക് ഡെൻസിറ്റി പറഞ്ഞപ്പോൾ എങ്ങനെ പറഞ്ഞു, ടോട്ടൽ പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ ഏരിയ വെച്ചാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്തത്, അരിത്മെറ്റിക് ഡെൻസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. എന്നാൽ നമ്മൾ അഗ്രികൾച്ചറൽ ഡെൻസിറ്റി ആകുമ്പോഴോ അഗ്രികൾച്ചറൽ പോപ്പുലേഷനെയാണ് നമ്മൾ ഇവിടെ എന്തുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, അഗ്രികൾച്ചറൽ ഏരിയ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡെൻസിറ്റി ടേംസിൽ നോക്കുമ്പോഴേക്കും മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് വെസ്റ്റ് ബംഗാളാണ്. അതായത് 2001 സെൻസസ് പ്രകാരം ബീഹാർ ആയിരുന്നു, എന്നാൽ 2011 സെൻസസ് പ്രകാരം അതാരായി, വെസ്റ്റ് ബംഗാളായി. ഏത് ഹൈ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള
സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലീസ്റ്റ് ഡെൻസിലി പോപ്പുലേറ്റഡ് എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ റിസോഴ്സിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനും വളരെ കുറവാണ്. അപ്പോൾ ലീസ്റ്റ് ഡെൻസിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്? അരുണാചൽ പ്രദേശാണ്. എന്നാൽ മോസ്റ്റ് ഡെൻസിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്? അത് വെസ്റ്റ് ബംഗാളാണ്. ഇനി നമുക്ക് രണ്ട് കോൺസെപ്റ്റ്സ് ആണ് നോക്കാനുള്ളത്. ഒന്ന് നാച്ചുറൽ ഗ്രോത്തും അതുപോലെ തന്നെ ഇൻഡ്യൂസ്ഡ് ഗ്രോത്തും. അപ്പോൾ എന്താണ് ഈ രണ്ട് കോൺസെപ്റ്റ്സ് തമ്മിലുള്ള വ്യത്യാസം എന്നാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. നാച്ചുറൽ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നിലവിലുള്ള പോപ്പുലേഷനിൽ ഉണ്ടാകുന്ന വളർച്ചയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറൽ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ബർത്ത് റേറ്റും അതുപോലെ തന്നെ ഡെത്ത് റേറ്റും ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റുമാണ് ഒരു പോപ്പുലേഷൻ്റെ അല്ലെങ്കിൽ ഒരു ഏരിയയിലെ പോപ്പുലേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എങ്കിൽ നമുക്കതിന് എന്തെന്നായിട്ട് പറയാനായിട്ട് സാധിക്കും. നാച്ചുറൽ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ആണെന്ന് അവിടെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ റോളുള്ള രണ്ടെണ്ണം ഏതൊക്കെയാണ്? ഒന്ന് ബർത്ത് റേറ്റും രണ്ടാമത്തേത് ഡെത്ത് റേറ്റും. ഇനി ഇൻഡ്യൂസ്ഡ് ഗ്രോത്ത് എന്താണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം. നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അതിന് റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞു. ബർത്ത് റേറ്റും അതുപോലെ തന്നെ ഡെത്ത് റേറ്റും ആയിരിക്കും ആ ഒരു ഏരിയയിലെ പോപ്പുലേഷനെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് പറയാം? ഒരു നാച്ചുറൽ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ആണെന്ന് പറയാം. പക്ഷേ നമ്മുടെ ഇൻഡ്യൂസ്ഡ് ഗ്രോത്ത് ആകുമ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? മൈഗ്രേഷനാണ്. മൈഗ്രേഷൻ ആകുമ്പോൾ അതിൽ എന്തൊക്കെ വരാം? ഇൻമൈഗ്രേഷനും വരാം, അതുപോലെ തന്നെ ഔട്ട് മൈഗ്രേഷനും വരാം. ഇപ്പോൾ ഒരു ഏരിയയിൽ ബർത്ത് റേറ്റ് ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? പോപ്പുലേഷൻ കൂടും. ഡെത്ത് റേറ്റ് സംഭവിക്കുമ്പോഴോ അവിടെ പോപ്പുലേഷൻ കുറയും. അതുപോലെ തന്നെയാണ് മൈഗ്രേഷൻ്റെ കേസിൽ നമ്മൾ ഏതൊക്കെ പറയുമ്പോൾ ഇൻമൈഗ്രേഷനും ഔട്ട് മൈഗ്രേഷനും. ഇൻമൈഗ്രേഷൻ അതായത് ഒരു സ്ഥലത്തേക്ക് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ പോപ്പുലേഷനിൽ എന്ത് സംഭവിക്കാം? അത് കൂടാം. അതുപോലെ തന്നെ ഔട്ട് മൈഗ്രേഷൻ അതായത് ഒരു പ്രദേശത്ത് നിന്ന് ആളുകൾ മറ്റു പ്രദേശത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു സോഴ്സ് റീജിയനിലെ പോപ്പുലേഷനിൽ എന്ത് സംഭവിക്കും? അവിടുത്തെ പോപ്പുലേഷൻ കുറയാം. അപ്പോൾ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും എങ്ങനെയാണോ ഒരു ഏരിയയിലെ പോപ്പുലേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഏതിനും ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ മൈഗ്രേഷൻ അതുപോലെ തന്നെ ഔട്ട് മൈഗ്രേഷന് സാധിക്കും. അപ്പോൾ അതാണ് നാച്ചുറൽ ഗ്രോത്തും ഇൻഡ്യൂസ്ഡ് ഗ്രോത്തും. നാച്ചുറൽ ഗ്രോത്ത് ആകുമ്പോൾ നാച്ചുറൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ബർത്ത് റേറ്റും അതുപോലെ തന്നെ ഡെത്ത് റേറ്റുമാണ് അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇൻഡ്യൂസ്ഡ് ഗ്രോത്ത് ആകുമ്പോഴത്തേക്കും അത് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആണ്. അതായത് നമ്മുടെ ആക്ടിവിറ്റി ആയിട്ടുള്ള മൈഗ്രേഷൻ അതായത് ഇൻമൈഗ്രേഷനും അതോടൊപ്പം തന്നെ ഔട്ട് മൈഗ്രേഷനുമായിരിക്കും അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ പോപ്പുലേഷനെ പറ്റി ഒരു ജനറലായിട്ട് എത്രയായിരിക്കും നമ്മുടെ പോപ്പുലേഷൻ ഈ അടുത്ത വരാൻ പോകുന്ന സെൻസസിൽ എന്നതിനെ പറ്റി നമ്മളൊന്ന് അസസ് ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മുടെ ഫസ്റ്റ് സയൻറ്റിഫിക് സെൻസസ് എന്നാണ് നടന്നത്, അതുപോലെ തന്നെ ഫസ്റ്റ് സെൻസസ് എന്നാണ് നടന്നത്. പിന്നെ പോപ്പുലസ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് നോക്കി, അതുപോലെ തന്നെ ലീസ്റ്റ് പോപ്പുലസ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണെന്ന് നോക്കി, ടോപ്പ് 5 വരുന്ന മോസ്റ്റ് പോപ്പുലസ് സ്റ്റേറ്റ്സിനെ നോക്കി, അതുപോലെ തന്നെ ഡെൻസിറ്റിയും അതുപോലെ ഏരിയയും അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോപ്പുലേഷനും ഏരിയയും അസസ് ചെയ്യുന്നതിന് 4 കാറ്റഗറീസ് നമ്മൾ നടത്തി. ഏതൊക്കെയായിരുന്നു അത്? സ്റ്റേറ്റ്സ് വിത്ത് ലാർജ് സൈസ് ലാർജ് പോപ്പുലേഷൻ, സ്റ്റേറ്റ് വിത്ത് ലാർജ് സൈസ് സ്മോൾ പോപ്പുലേഷൻ, സ്റ്റേറ്റ്സ് വിത്ത് സ്മോൾ സൈസ് ലാർജ് പോപ്പുലേഷൻ, സ്റ്റേറ്റ്സ് വിത്ത് സ്മോൾ സൈസ് ആൻഡ് സ്മോൾ പോപ്പുലേഷൻ. ആ ഓരോ കാറ്റഗറിക്കും നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫിസിയോളജിക്കലി അല്ലെങ്കിൽ ജിയോഗ്രഫിക്കലി ഉള്ള നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു സ്ട്രക്ചറിൽ ഓരോ ഏരിയയും എങ്ങനെയാണ് പോപ്പുലേഷനെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് തീരുന്നതെന്ന് നമ്മൾ നോക്കി. അതിൽ പ്രധാനമായിട്ട് നമ്മൾ നോർത്തേൺ പ്ലെയിൻ, ഹിമാലയൻ റീജിയൻ, പെനിൻസുലാർ പ്ലേറ്റോ, കോസ്റ്റൽ റീജിയൻ, അതുപോലെ തന്നെ ഡെസേർട്ട്, ഇതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു. ആ ഏരിയയിലെ പോപ്പുലേഷനിൽ കൂടാനും അതുപോലെ തന്നെ കുറയുന്നതിനുമുള്ള റീസൺസ് എന്താണെന്ന് നമ്മൾ നോക്കി. അതിനുശേഷം നമ്മൾ ഡെൻസിറ്റിയെ പറ്റി പറഞ്ഞു. ഡെൻസിറ്റിയിൽ നമ്മൾ പ്രധാനമായിട്ട് ഏതിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞത്? അരിത്മെറ്റിക് ഡെൻസിറ്റി പറഞ്ഞു, അത് കഴിഞ്ഞ് ന്യൂട്രീഷണൽ ഡെൻസിറ്റി പറഞ്ഞു, അതുപോലെ അല്പം കൂടി സോർട്ടഡ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ഡെൻസിറ്റിയെ പറ്റി നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ നാച്ചുറൽ ഗ്രോത്തും അതുപോലെ തന്നെ ഇൻഡ്യൂസ്ഡ് ഗ്രോത്തും ഏതൊക്കെ എന്താണെന്ന് നോക്കി, അതുപോലെ തന്നെ അവ തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മളിന്ന് പഠിച്ച ഈ പോർഷൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവായിട്ട് ആ ഒരു കമൻറ്റ് സെക്ഷനിൽ നിങ്ങളത് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ വിദ്യാസാഗറിലെ കൂടുതൽ ഓൺലൈൻ ക്ലാസ് ലഭ്യമാകുന്നതിന് വിദ്യാസാഗറിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക.